അപ്പ കാപ്പി കുടിക്കും. നമ്മുടെ സാറാമോള് ദേവിളി ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് മടത്തിച്ചേർന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയാ. സാറാമോളെ, എന്നാ അപ്പച്ച? മോൾക്ക് ഇപ്പൊ മടത്തി പോണോ? +2 കഴിഞ്ഞ അല്പം കൂടെ ചിന്തിച്ചിട്ട് പോയാ പോരെ? വേണ്ട അപ്പച്ച, എനിക്കിപ്പൊ തന്നെ പോണം. എന്റെ കൂട്ടുകാരി തെരേസയും വരും. മോൾക്ക് ഏത് മഠത്തിലാ പോവേണ്ടേ? എനിക്ക് മാതൃപിതാ സ്ഥാപിച്ച വിശേഷ മഠത്തിൽ പോവാനാ ഇഷ്ടം. കൈപ്പിഴ മഠത്തിൽ നിന്ന് ഒരു സിസ്റ്റർ ഇവിടെ വരും. ആ സിസ്റ്റർ പപ്പായ്ക്കും മമ്മിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. സേറാ, നമ്മൾ ക്യാമ്പില് കിട്ടിയ പുസ്തകങ്ങളൊക്കെ നീ വായിച്ചോ? വായിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ഞങ്ങൾ ക്യാമ്പിന് കിട്ടിയ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. പപ്പ, മമ്മി, സിസ്റ്റർ വന്നു. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിന്റെ പേരെന്താ? സിസ്റ്റർ കാരുണ്യ. സിസ്റ്ററിന്റെ വീട് എവിടെയാ? എന്റെ വീട് നീണ്ടൂരാ. നീണ്ടൂരിന്റെ അടുത്താണ് മാക്കിൽ പിതാവ് ജനിച്ച സ്ഥലം. അല്ല, ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് സാറ് എന്ത് പറയുന്നു? ചേരാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, നല്ല കാര്യം. അല്ല, തെരേസ എന്ത് പറയുന്നു? എനിക്കിഷ്ടാ, പക്ഷെ മമ്മി എന്നെ വിടുമോന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചൊരു നേഴ്സായി അമേരിക്കക്ക് പോകണം എന്നാ മമ്മിയോട് ആഗ്രഹം. പക്ഷേ ഞാൻ മഠത്തിൽ പോകും. വിസിറ്റേഷൻ സഭ സ്ഥാപിച്ചത് മാക്കിൽ പിതാവാണല്ലോ. സഭ സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം കോട്ടയം രൂപതയുടെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ട് സന്യാസ ജീവിതം ഉണ്ടാകുവാനും ഒപ്പം പെൺകുട്ടികളുടെ നല്ല വളർച്ചയ്ക്കും വേണ്ടിയാണ് പിതാവ് സഭ സ്ഥാപിച്ചത്. ജൂലൈ 3 ഇവളെ കൈപ്പുരമഠത്തിൽ കൊണ്ടുവരണം. സിസ്റ്ററെ, ഞങ്ങൾ ക്യാമ്പിന് പോയപ്പോൾ എടക്കാട്ടുപള്ളിയിൽ പോയി. ദൈവദാസൻ മാക്കിയിൽ പിതാവിന്റെ കബറിടം കണ്ടു. കബറിടത്തിൽ പ്രാർത്ഥിച്ചു. മ്യൂസിയവും കണ്ടു. പിതാവിന്റെ കട്ടിലും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പട്ടമെടുത്തപ്പിൽ 41 ഇടയലേഖനം ഞങ്ങൾ കണ്ടു. 6ാമത്തെ ഇടയലേഖനം വളരെ പ്രസിദ്ധമാണ്. മദ്യപാനത്തിന്റെ ദൂഷണ ഫലങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പിതാവിന്റെ ഡെക്രേറ്റ് പുസ്തകവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ. ആഹാ, ബർത്ത്ഡേക്ക് എന്താ പരിപാടി? ഞാൻ എന്റെ സർപ്രൈസ് കാണിക്കട്ടെ. സിസ്റ്ററെ, ഞാനൊരു കുസൃതിചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. വെഡിങ്ങും വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിസ്റ്ററിന് പറയാമോ? ചേച്ചിക്ക് പറയാമോ? അല്ലെങ്കിൽ ഞാൻ പറയാം. വെഡിങ്ങിൽ ആദ്യം ഒട്ടിപ്പിടിക്കും, പിന്നെ ടീം വകയും. വെൽഡിങ്ങിൽ ആദ്യം ടീം വകയും, പിന്നെ ഒട്ടിപ്പിടിക്കും. സിസ്റ്ററെ, ഞാൻ ബാക്കിയിലാണ് സുഹൃദേവൻ പറഞ്ഞിരിക്കുന്നത്. ഓ എന്റെ ദൈവമേ, എപ്പോൾ ഞാൻ നിന്നെ മുഴുവനായും സ്നേഹിച്ചു. അല്ല, നിങ്ങൾക്ക് ഡാൻസ് അറിയാമോ? അറിയാം.